മിൽമ പാൽ വില വർദ്ധിപ്പിച്ചു നൽകിയിട്ടും കർഷകർക്ക് അതിന്റെ ഗുണം ലഭിക്കുന്നില്ലെന്ന് ക്ഷീര കർഷകർ. വിലവർധന നടപ്പാക്കി 5 മാസം കഴിയുമ്പോഴും കർഷകർക്ക് ലഭിക്കുന്നത് പഴയ വില തന്നെ. പാലിന് കൊഴുപ്പ് കുറവാണെന്ന് കാണിച്ചാണ് സഹകരണ സംഘങ്ങൾ പാൽ വില കുറയ്ക്കുന്നത്. കഴിഞ്ഞ ഫെബ്രുവരി 5-നാണ് ക്ഷീരകർഷകർക്ക് ആശ്വാസമായി മിൽമ സംഭരിക്കുന്ന പാലിന്റെ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു നൽകിയത്. തുടർന്നുള്ള ദിവസങ്ങളിൽ കർഷകർക്ക് ലിറ്ററിന് 37 രൂപയും അതിനു മുകളിലും ഒക്കെ ലഭിക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാലിന് കൊഴുപ്പ് കുറയുന്നുവെന്ന കാരണം കാണിച്ച് വില അല്പാൽപമായി കുറയ്ക്കാൻ ആരംഭിച്ചു. ജൂൺ മാസമായപ്പോഴേക്കും കർഷകർക്ക് ലഭിക്കുന്ന തുക വില വർധനയ്ക്ക് മുൻപുള്ള അതേ നിലവാരത്തിലെത്തി. നേരത്തെ നൽകിയിരുന്ന അതേ ഫാമിൽ നിന്ന് അതേ പശുക്കളുടെ പാൽ നൽകുമ്പോൾ എങ്ങനെയാണ് ഈ വ്യത്യാസം വരുന്നതെന്ന് കർഷകർ ചോദിക്കുന്നു. മാത്രമല്ല, എല്ലാ കർഷകരുടെ കാര്യത്തിലും ഒരേപോലെ ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്നും കർഷകർ സംശയം ഉന്നയിക്കുന്നുണ്ട്. ഞങ്ങളുടെ പഴയ പശുക്കൾ തന്നെ ഇപ്പോഴും ഞങ്ങളുള്ള പാലുണ്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ പാലിനകത്ത് വല്ല മായം ചേർത്തിട്ടുണ്ടെന്ന് നോക്ക്. ഞങ്ങൾക്ക് അതേ പറയാൻ പറ്റില്ല. പാലിന് മായം ഉണ്ടെങ്കിൽ എടുക്കണ്ട. അല്ലാതെ ആ പാലിന് ഫാറ്റിൽ എന്ന് പറഞ്ഞാൽ അവരുടെ മെഷീൻ എല്ലാം കംപ്ലൈൻറ്റ്. അത് എപ്പോൾ സൊസൈറ്റി കൊണ്ടുവന്ന് പാൽ ഒഴിച്ചാലും ഒരാഴ്ച 2-3 ദിവസം മെഷീൻ കംപ്ലൈൻ്റ് ആയിരിക്കും. പിന്നെ 3 പ്രാവശ്യം ടെസ്റ്റ് ചെയ്താൽ ഒരേ പാലിന് 3 ടെസ്റ്റ് ആയിരിക്കും വരുന്നത്. സംഘങ്ങളിൽ പാലിന്റെ കൊഴുപ്പളക്കുന്ന സംവിധാനം മിക്കവാറും കേടാണെന്നും ഇത് അട്ടിമറിയാണെന്നും കർഷകർ ആരോപിക്കുന്നുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ക്ഷീരകർഷകരാണ് ഇതുമായി ബന്ധപ്പെട്ട് വ്യാപകമായി ആരോപണങ്ങളുമായി രംഗത്ത് വന്നിട്ടുള്ളതെങ്കിലും സംസ്ഥാനത്ത് പലയിടത്തും ഈ സ്ഥിതിവിശേഷമുണ്ടെന്നാണ് കർഷകർ പറയുന്നത്. പാൽ വില വർദ്ധിപ്പിച്ചതിനു ശേഷം മിൽമയും കേരള ഫീഡ്സും കാലിത്തീറ്റ വില 2 തവണ കൂട്ടി. ഇപ്പോൾ കൂടിയ വിലയ്ക്ക് കാലിത്തീറ്റ വാങ്ങുകയും പഴയ വിലയ്ക്ക് തന്നെ പാൽ വിൽക്കുകയും ചെയ്യേണ്ട ഗതികേടിലാണ് ക്ഷീരകർഷകർ. ക്യാമറ പേഴ്സൺ മാഹിൻ ജാഫറിനോടൊപ്പം TK ഹരീഷ്, മീഡിയ 1, ആലപ്പുഴ.